അങ്ങനെ ഞങ്ങൾക്ക് 28ാം പിറന്നാൾ ആഘോഷിക്കാനുള്ള സമയമെല്ലാം ആയി. അന്നേരം നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്തു ഈ പേര് വിളി. അപ്പോൾ വിട്ടൽ മോനെ പാല് കുടിച്ചോ, വിട്ടൽ മോനെ പാല് കുടിച്ചോ, വിട്ടൽ മോനെ പാല് കുടിച്ചോ, അങ്ങനെ ഞങ്ങൾ ഈ പേര് വെച്ചു. അപ്പോൾ എല്ലാം ചുറ്റിയിരിക്കുന്ന ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഇതെന്ത് പേരാ എന്ന് ചോദിച്ചോണ്ട്. അപ്പം എല്ലാവരും ഇപ്പോഴത്തെ ഇതല്ലേ, എന്തെങ്കിലും ഗൂഗിളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ. അപ്പം ഏകദേശം അമ്മക്കൊക്കെ കാര്യം മനസ്സിലായി. വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ നമ്മളെ ഗുരുവായൂരപ്പനെ പോലെ നമ്മൾ വിളിക്കുന്നതാണ് പേര് ഒക്കെ, അങ്ങനെയെല്ലാം പറഞ്ഞ് അമ്മ അങ്ങനെ ഒരാളെ രണ്ടാളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു അത്ഭുതത്തോടെ നമ്മളെ ഈ പേര് വിളി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ പിന്നെ സ്വർണ്ണപ്പണിക്കാരാണ്. അവർ ഇത് കേട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് ഇതിലെല്ലാം ഇതുണ്ടാ, ഞങ്ങളെ ഭഗവാനായി നിങ്ങൾക്ക് ഇഷ്ടമാണോ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്. നിങ്ങൾ നല്ലതായി. ഈ ഭാഗത്തൊന്നും ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനത്തെ ഒരു പേരൊന്നും കേൾക്കുന്നില്ലല്ലോ, അങ്ങനെ എന്നെല്ലാം പറഞ്ഞപ്പം കുറച്ച് ആൾക്കാർക്കൊരു സമാധാനമായി. ഏതോ എവിടുത്തെ ഒരു ഭഗവാന്റെ പേരാണെന്ന്. അപ്പം ഈ പേരിൻ്റെതിൽ ഞാൻ പറയാൻ വരുന്നത്, ഈ വിട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിതിലേക്ക് പോകുന്ന ഒരു എങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 4-5 വർഷം മുമ്പേ ഞങ്ങൾ പിന്നെ ഈ ഞങ്ങൾ അനിയത്തീൻ്റെ മാരേജ് പിന്നെ ഇത് എൻഗേജ്മെൻറ്റിന് ഞങ്ങളൊക്കെ പൂനെയിലേക്ക് പോകാൻ നോക്കുന്നു. പോയി പുറപ്പെട്ട് ട്രെയിനെല്ലാം കയറി ഞങ്ങൾ ഏകദേശം മൂകാംബി അങ്ങ് കഴിഞ്ഞപ്പം കാണാം പുലർച്ചെ ആ ട്രെയിനിൽ കയറുന്ന ഓരോരുത്തരും വിട്ടല വിട്ടല പാണ്ഡുരംഗ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. നല്ല നമ്മളിപ്പോൾ സ്വാമി അയ്യപ്പ എല്ലാം പറയുന്ന പോലത്തെ അത്രയും എനർജിയിൽ അവരത് വിളിച്ചുകൊണ്ട്. അപ്പം ഞങ്ങളാകെ ഉറക്കമയക്കത്തിലാവുള്ള. അപ്പോൾ ഇവിടെ അവർക്ക് ഈ ദർശനത്തിന് പോവാനുള്ള തയ്യാറെടുപ്പിൽ അവർ ഇതിങ്ങനെ നമ്മൾ ഹരേ രാമ എന്ന് പറയുന്ന പോലെ അവരിതിങ്ങനെ വിട്ടല വിട്ടല പാണ്ഡു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ പുലർകാലം അവർ ഈ ട്രെയിനിൽ കാല് വെക്കുന്നു. അപ്പം അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നായിരുന്നു, ഞാനിങ്ങനെ അമ്മേനെ നോക്കി, ആരെങ്കിലും വിളിക്കുന്നതാ? അല്ല ഇവരൊക്കെ ഇതിൻ്റെ അടുത്താന്ന് വരുക ഈ അമ്പലം, അവിടത്തേക്ക് പോന്നവരാണ് ഇവരെല്ലാന്ന് ഒരു ചെറിയ ഒരു വിവരം. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം കടന്നു പിടിച്ചു. അങ്ങനെ നമ്മൾ എന്താ പറയണ്ടേ, പൂനെയിലേക്ക് ഇറങ്ങി. പൂനെയിൽ എന്താ പറയുക, ശിവാജീൻ്റെ സ്വന്തം ഛത്രപതി ശിവാജീൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് നമ്മൾ അവിടെ ഇറങ്ങി. കാല് കുത്തുമ്പോൾ അതാ ആദ്യം അതേപോലെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് നമ്മളെ ക്യാപ്പ്, അതായത് നമ്മൾ പണ്ടത്തെ അതേ തൊപ്പി ഇട്ടിട്ട് ആർക്കും ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നിനും നേരമില്ല. എല്ലാം വട്ടം കൂടി ഒരു ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് കളർ കൊടി പിടിച്ചിട്ട്, അതായത് ആ ഗ്രൂപ്പിനെ ഇതാക്കുന്ന പോലെ ചിഞ്ചിലി മുട്ടിക്കൊണ്ടും അവരിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ, അതായത് നാമസങ്കീർത്തനം തന്നെ അത് പാട്ടുകളായിട്ട് അവരിങ്ങനെ പാടിക്കൊണ്ട് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറയാൻ പോയത് ഏത് വഴിക്കൂട്ട ഇറങ്ങിയിട്ട് ഏത് വഴിക്കൂട്ട പോകണമെന്ന് അറിയാണ്ടാണ് ഞങ്ങൾ എങ്ങനെയല്ലോ ഫ്രണ്ടിലേക്ക് വന്ന് നമുക്ക് വീട്ടിലെത്തണമല്ലോ. വീട്ടിലെത്തി ഇതേമാതിരി ഞങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുമ്പം തന്നെ കുറച്ച് നേരത്തിൽ അനിയത്തിൻ്റെ മകൻ വന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞ സമയത്തിനെക്കാട്ടും 1 മണിക്കൂർ നേരത്തെ പുറപ്പെടണം, പിന്നെ ആകെ റോഡൊക്കെ ബ്ലോക്കാവും. എന്നാ ഇത്? അപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവർ എന്നാ വിചാരിക്കുക, എന്തോ ജാതിയായിരിക്കും, അല്ലാണ്ട് ഇവിടെ ഇപ്പം എന്നാണ് വരണ്ടേന്ന് പറഞ്ഞ് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ശരി, ഞങ്ങൾ 4 മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മണിക്ക് എല്ലാവരും റെഡിയായി. ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ദൂരം നമ്മൾ മുമ്പിൽ തന്നെ ഉണ്ട്. അവിടെ നിന്നൊന്നും ഒരു കൂട്ടം കൂടിയത് നമുക്ക് അത്ര കണ്ണിൽ പെട്ടില്ല. ഞങ്ങളിങ്ങനെ കാറിൽ ഇങ്ങനെ പോകുമ്പോണ്ട്
ഫുൾ റോഡിൻ്റെ രണ്ട് ഭാഗം ചെറിയ പാറൽ മഴയുണ്ട്. അതൊന്നും അവർ കണക്കാക്കുന്നേ ഇല്ല. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലഘു ഭക്ഷണം, ഒരു വിശപ്പ് മാറാനുണ്ട്. ഇത് യാറാണ് എന്നാണെന്നറിയില്ല. അതിൻ്റെ ഓരോരോ വഴിയിൽ ഗ്യാപ്പിൽ ആരെയോ പ്രസാദദാനം എന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇവർ കഴിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇവർ പാട്ട് പാടുന്നുണ്ട്. ഇവർ നടക്കാൻ തുടങ്ങി. അപ്പം ഇത് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ അമ്മക്ക് അറിയായിരിക്കും. അമ്മ പറഞ്ഞു ഞങ്ങളിതെല്ലാം കാണുവാന്നല്ലാണ്ട്, എൻ്റെ അനിയത്തിയും പറഞ്ഞു ഇതുവരെ ഞങ്ങൾ ഈ ഇതിൽ പങ്കെടുത്തിട്ടോ കാണാൻ പോയിട്ടോ ഒന്നുമില്ല. എൻ്റെ ശ്രദ്ധ തേച്ചോ ആ എൻഗേജ്മെൻറ്റ് പോയിട്ട് ഇവർ എങ്ങനെയാ പോകുന്നത്, എവിടത്തേക്കാ പോകുന്നത്, ഇതന്നെ. അതായത് ഈ ചിഞ്ചിലി മുട്ടുന്ന ശബ്ദവും നമുക്ക് ഇത് നമ്മൾ പറയില്ല, ഇതിന് എന്തിനാ വന്നോ അത് മറന്ന് ഇതിലേക്ക് ഇവരെ ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ എന്നാ പറയുക, ഒരു നമ്മൾ പറയില്ലേ നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കുന്ന ഒരു ശക്തി എന്തോ ഒന്ന് അങ്ങനെ ഉണ്ട്. കാണുമ്പോൾ ലേഡീസ് എല്ലാം സാധാരണ വേഷങ്ങളാണ്, സൽവാർ അതെല്ലാം. ആണുങ്ങൾ മൊത്തം ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് തൊപ്പി ക്യാപ്പ് ഇട്ടിട്ടുള്ള നടത്താൻ. അങ്ങനെ പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ അവർ നടന്നു, അടുത്ത ടീം വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതായത് ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് എങ്ങനെയല്ലോ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. അത് ഞാൻ ഓരോന്ന് പറയുന്നത് നമ്മൾ ഈ വിട്ടലിലേക്കുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.